സന്താന വിഷയങ്ങളിൽ ദുരിതം അനുഭവിച്ചിരുന്ന ആൾക്കാർ, ഹോസ്പിറ്റൽ അഡ്മിഷൻ നടന്നിരുന്ന ആൾക്കാർ, ഇൻഷുറൻസ് ക്ലെയിമുമായിട്ടൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന വ്യക്തികൾ, അവർക്കൊക്കെ ഈ സമയത്ത് കുറച്ച് അനുകൂല സ്ഥിതി ഉണ്ടാവാം. ഒരുപാട് കഴിവുള്ള ആളാണ്, പക്ഷെ ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. ഇത് പറയാറില്ലേ നമ്മൾ, ഇല്ലേ? ഭാഗ്യഭാവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പം നടക്കുന്ന ചില പോസിറ്റീവ് ചേഞ്ചസ് വീണ്ടും റിപ്പീറ്റ് ആവും. എപ്പോഴാന്ന് വെച്ചാൽ 2026 ജൂൺ മാസത്തിന് ശേഷം കൊതിപ്പിക്കും, പക്ഷെ കിട്ടാതിരിക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്ന വ്യക്തികൾക്ക് ആ വീട് പണിയിലുള്ള ആ ഒരു ഫ്ലോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പോസിറ്റീവ് ചേഞ്ചസ് മേഡം രാശിക്കാർക്ക് ഉണ്ടാവും. ഈ വ്യാഴത്തെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വ്യാഴം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ഭാവം മാത്രമല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, എല്ലാ ഈശ്വരന്മാരെയും ചിന്തിക്കാവുന്ന, വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുനിത വിഷ്ണുപുരമാണ്. നമസ്കാരം മാം. നമസ്കാരം മാം. ജ്യോതിഷപരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ പല ചർച്ചകൾ ചെയ്തിരുന്നു. വ്യാഴം രാശി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം രാശിയുടെ ഒരു മാറ്റകാലമാണ്. അപ്പോൾ ഒരുപാട് പേര് വ്യാഴം രാശിയിൽ മാറുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗമുണ്ട്, അല്ലെങ്കിൽ സമ്പന്നരാകുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? വ്യാഴം രാശിയല്ല, വ്യാഴ രാശി മാറുന്നു, കർക്കിടകം രാശിയിലോട്ട് ഉച്ചരാശിയിലോട്ട് മാറുന്നു എന്നുള്ളതാണ്. അതൊരു ഷോർട്ട് ഡ്യൂറേഷനിലാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് രാശി മാറുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ, ഒരു 48 ഡേയ്സിൽ വേണ്ടി മാത്രമാണ് മാറുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മിഥുനം രാശിയിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വലിയ ഭീകരമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനകത്ത് ചേഞ്ചസ് വരുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വൃശ്ചികം രാശിക്കാർക്ക്, ഈ വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ അഷ്ടമരാശിയിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ആ രാശിയിൽ നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ആൾക്കാർ 8ാം ഭാവത്തിലേക്കുമ്പോഴേക്കും എന്ന് വെച്ചാൽ വ്യാഴം മറിഞ്ഞിരിക്കുന്നു. സർവേശ്വരകാരകനാണ് വ്യാഴം, ശുഭന്മാരിൽ ശുഭനാണ് വ്യാഴം. അത്രയേറെ പോസിറ്റീവായിട്ട് നമ്മളിപ്പം പറയില്ലേ ദൈവാധീനമുണ്ടോ? ഇപ്പം സാധാരണ ജ്യോതിഷന്മാരുടെ അടുത്ത് നോർമലി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവാധീനം ഉണ്ടോ? ഇങ്ങോട്ട് പറയും നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ദൈവാധീനം ഉണ്ട്. അപ്പൊ ഉണ്ടെന്നും ഇല്ലാന്നും നോക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. സർവേശ്വരകാരകനാണെന്ന് പറയുമ്പോൾ എല്ലാ ഈശ്വരന്മാരെയും, വ്യാഴം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ഭാവം മാത്രമല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, എല്ലാ ഈശ്വരന്മാരെയും ചിന്തിക്കാവുന്ന, വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ വ്യാഴം എന്താണ്, 6, 8, 12 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ വ്യാഴം മറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം 6, 8, 12 ഭാവങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ആർക്കൊക്കെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് തന്നെ 12ാമത്തെ രാശിയിൽ സഞ്ചരിച്ചിരുന്നു. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാർക്ക് അഷ്ടമരാശിയിൽ സഞ്ചരിച്ചിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന, അതുപോലെ തന്നെ മകരം രാശിക്കാർക്ക് 6ാമത്തെ രാശിയിൽ സഞ്ചരിച്ചിരുന്നു. അപ്പൊ ഇത്തരത്തില് ഈ രാശിക്കാർക്ക്, വ്യാഴം മറഞ്ഞു നിന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വ്യാഴ അനുകൂല സ്ഥിതിയിലോട്ട് വരികയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം വൃശ്ചികം രാശിക്കാർക്കാണെങ്കിൽ 9ാമത്തെ രാശിയിൽ ഭാഗ്യഭാവത്തിലാണ് വരുന്നത്. അത് 2ാമത്തെ രാശിയാധിപൻ, 2 എന്ന് പറഞ്ഞാൽ ധനഭാവം, കുടുംബത്തിന്റെ ഭാവം, നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാവമാണ് 2ാമത്തെ രാശി എന്ന് പറയുന്നത്. 5ാമത്തെ രാശി എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്റലിജൻസ്, സന്താനങ്ങളുടെ ഭാവമാണ്. സന്താനകാരകനായ ഗ്രഹമാണ് ഉച്ചനായി 9ാമത്തെ രാശിയിൽ വരുന്നത്, ഭാഗ്യഭാവത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ ആർക്കൊക്കെയാണ് ഗുണമുണ്ടാകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൃശ്ചികം രാശിക്കാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം IVF ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, സന്താന വിഷയങ്ങളിൽ ദുരിതം അനുഭവിച്ചിരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻ നടന്നിരുന്ന ആൾക്കാർ, അതുപോലെ ഈ ഇൻഷുറൻസ് ക്ലെയിമുമായിട്ടൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന വ്യക്തികൾ, അവർക്കൊക്കെ ഈ സമയത്ത് കുറച്ച് അനുകൂല സ്ഥിതി ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് അനുകൂല സ്ഥിതിയിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. എസ്പെഷ്യലി വൃശ്ചികം രാശിക്കാരൊക്കെ IVF ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ ടൈമിലൊന്ന് IVF ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ബെയിൽ കിട്ടാതെ, ഇപ്പം ജാമ്യമൊക്കെ കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്തെങ്കിലും ക്രിമിനൽ കേസിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാനായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ബെയിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വലിയ മഹത്കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ. മറിച്ച് എന്താണ്, ചില നടക്കാതിരുന്ന ചില വിഷയങ്ങൾ അവിടെ ആ ഒരു വഴി തെളിയാനായിട്ടുള്ളൊരു സാധ്യത കൊടുക്കും. പക്ഷേ ഇപ്പം നടക്കുന്ന ചില പോസിറ്റീവ് ചേഞ്ചസ് വീണ്ടും റിപ്പീറ്റ് ആവും. എപ്പോഴാന്ന് വെച്ചാൽ 2026 ജൂൺ മാസത്തിന് ശേഷം. അല്ലല്ല, ഇത് റീറിപ്പീറ്റ് വരുന്നതല്ല, ഇതൊരു ചെറിയൊരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ഈ വ്യാഴം ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് സഞ്ചരിക്കുകയാണ്. അതിന് അതിചാരം എന്ന് പറയും.
അതിചാരം വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കുറച്ചൊരു കാലഘട്ടം മാത്രം, ഒരു 48 ഡേയ്സ് മാത്രമാണ് അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരുന്നത്. പക്ഷേ അത് പ്രത്യക്ഷമായ ഒരു വലിയ സാമ്പത്തിക നേട്ടങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ മുടക്കം വന്ന് കിടക്കുന്ന കാര്യങ്ങളില്ലേ, അതിലെല്ലാം ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരാം. ഏതൊക്കെ നക്ഷത്രക്കാർക്കായിരിക്കും ഇത് കൂടുതലും അനുഭവിക്കും? രാശി എടുക്കുമ്പോഴേക്കും ഈ വൃശ്ചികം രാശിക്കാരിൽ വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് വരാം, മകരം രാശിക്കാർക്ക് വരാം, കർക്കിടകം രാശിക്കാർക്ക് വരാം. ബാക്കിയുള്ളവർക്കൊക്കെ പോസിറ്റീവ് ചേഞ്ചസ്, ബാക്കിയുള്ള എല്ലാ രാശിക്കാർക്കും പോസിറ്റീവ് ചേഞ്ചസ് ആണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേടം രാശിക്കാർക്കാണെങ്കിൽ 4ാമത്തെ രാശിയിലല്ലേ വരുന്നത്. അതായത് ഇപ്പോൾ ഇതിന് മുമ്പ് ഈ പറയുന്ന 48 ഡേയ്സിന് മുന്നേ ആയിട്ടുള്ള സമയം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ 3ാമത്തെ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 3ാം ഭാവത്തിൽ 12ാമത്തെ രാശിയാധിപതിയായ ഗ്രഹം വന്ന് 3ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും പലതും ഇപ്പൊ കിട്ടും എന്ന് തോന്നിയ വിഷയങ്ങൾ പലതും കിട്ടാതിരിക്കും. അത് കൊതിപ്പിക്കും, പക്ഷെ കിട്ടാതിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് ഈ 4ാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയത്ത് കർമ്മഭാവത്തെ വീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല 9ാമത്തെ രാശിയാധിപതിയായ ഗ്രഹമാണ് മേടം രാശിക്കാർ. 9ാം ഭാവം ഭാഗ്യഭാവം അല്ലേ. ഈ ഭാഗ്യഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹം വന്നിട്ട് 4ാമത്തെ രാശിയിൽ വന്ന് നിന്നുകൊണ്ട് കർമ്മഭാവത്തെ വീക്ഷിക്കുമ്പോഴേക്കും 9, 10 ഭാവങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുകയും കേന്ദ്ര ത്രികോണ ഭാവങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആ സമയം ഒരു രാജയോഗപ്രദമായ കണക്ഷനാണ്. മാത്രമല്ല ആ സമയത്ത് കരിയർ വൈസ് പ്രോഗ്രസ് ഉണ്ടാവും, കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. വീട് പണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്ന വ്യക്തികൾക്ക് ആ വീട് പണിയിലുള്ള ആ ഒരു ഫ്ലോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പോസിറ്റീവ് ചേഞ്ചസ് മേടം രാശിക്കാർക്ക് ഉണ്ടാവും. അതുപോലെ ഇടവം രാശിക്കാർക്ക് വരുമ്പോൾ 11ാമത്തെ രാശിയാധിപതിയായ ഗ്രഹമാണ് 3ാമത്തെ രാശിയിലോട്ട് വരുന്നത്. അത് 2 ഉപജയഭാവം തമ്മിലുള്ള കണക്ഷനാണ് വരുന്നത്. അത് 11ാം ഭാവത്തെ തന്നെ വീക്ഷിച്ചുകൊണ്ടാണ് 3ാം ഭാവത്തിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോൾ എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലതാണ്. അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവം കൂടെ അല്ലേ. 3ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ല്, കറേജ്, എനർജി, ഓൺടർപ്രണർഷിപ്പ് ഇതെല്ലാം ചിന്തിക്കാവുന്നതാണ്. അത് നമ്മളിപ്പം നമ്മുടെ ട്രഡീഷണൽ ആസ്ട്രോളജിയിൽ പറയുമ്പം നമ്മുടെ ധൈര്യം, വീര്യം, പരാക്രമം എന്ന് പറയും. ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടേതായ ഒരു സ്കില്ല്, കറേജ് അങ്ങനെയുള്ള വിഷയങ്ങൾ അതെല്ലാം കുറച്ചുകൂടെ ശക്തമായി വരും. നമുക്കൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പ്ലാനിങ് ഇല്ലേ, അപ്പോൾ ആ പ്ലാനിങ് എല്ലാം വളരെ നല്ലതായിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ലതായിരിക്കും ആ സമയത്ത്. അതായത് വ്യാഴം അത് ഇപ്പോൾ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇപ്പോൾ ജൂൺ മാസത്തിലൊക്കെ ശേഷം വരുന്ന ആ വ്യാഴമാറ്റമൊക്കെ ഇടവം രാശിക്കാർക്ക് നല്ലതായിരിക്കും. ഈ വ്യാഴത്തെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇന്നത്തെ കാലത്ത് ജ്യോതിഷന്മാർ അങ്ങനെ കുറെ ടിപ്സുകൾ പറഞ്ഞു. വ്യാഴം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വ്യാഴം മഹാവിഷ്ണുവിനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, സർവേശ്വരകാരകനാണ് വ്യാഴം. നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മേനെ നമ്മൾ നോക്കുന്നില്ല, നാട്ടില് എല്ലാ അച്ഛനും അമ്മമാരെയും നോക്കുന്നുണ്ട്. അത് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കുടുംബ പരദേവതാ സങ്കല്പങ്ങളിലെ കുടുംബ പരദേവതയെ നമ്മൾ അതിൻ്റെ യഥാശക്തി വഴിപാട് എങ്ങനെയാണോ, യഥാശക്തി വഴിപാട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ശക്തിക്ക് അനുയോജ്യമായ വഴിപാട് മാർഗങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ ഫോളോ ചെയ്യണം കൃത്യമായിട്ട്. അതിനുശേഷം ദേശത്തിനൊരു ക്ഷേത്രം ഉണ്ടായിരിക്കും, ദേശദേവത. അപ്പോൾ ദേശക്ഷേത്രത്തിൽ ഇപ്പോൾ കുടുംബ പരദേവത എന്ന് പറയുമ്പോൾ അമ്മയുടെ ക്ഷേത്രം എന്ന് പറയാം, അങ്ങനെയല്ല, അമ്മയുടെ അച്ഛൻ്റെയും കുടുംബ പരദേവതാ സങ്കല്പം നമ്മുടെ തന്നെയാണ്. അത് അവിടെ യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക. അതുപോലെ നമ്മുടെ ദേശക്ഷേത്രത്തിലും നമ്മൾ യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക. അതിനുശേഷം വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ വൃശ്ചികം രാശിക്കാരുടെ ഫലം പറഞ്ഞ സമയത്ത് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ലോങ് ഡ്യൂറേഷനിൽ അവർ കുറേ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവർ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ശരിയാകും എന്ന് പറയുന്നതേ തെറ്റാണ്, വാസ്തവം പറഞ്ഞാൽ. അങ്ങനെ ശരിയാകില്ല, ചിന്തിക്കാനും കഴിയില്ല. പക്ഷെ അത് ഗ്രാജുവലി അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ഹീലായി വരുന്ന ഒരു ടൈമാണെന്ന് മാത്രമേ ചിന്തിക്കേണ്ടിയുള്ളൂ അതിനെ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ വൃശ്ചികം രാശിക്കാരുടെ ബേസിക് പ്രോബ്ലംസ് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ബേസിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വൃശ്ചികം രാശി തന്നെ ചന്ദ്രൻ നീചനായി നിൽക്കുന്ന ഒരു രാശിയാണ് അല്ലേ. അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ ചന്ദ്രാൽ ചിന്തിക്കുമ്പോൾ ഭാഗ്യഭാവത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹം നീചത്വം ഭവിച്ചതാണ്. നമ്മളെപ്പോഴും ചിന്തിക്കാറില്ലേ, ഇപ്പം പലരെയും പറ്റി പറയാറുണ്ട്, ഒരുപാട് കഴിവുള്ള ആളാണ് പക്ഷെ ഭാഗ്യമില്ലാന്ന് തോന്നുന്നു, ഇത് പറയാറില്ലേ നമ്മൾ ഇല്ലേ. ഭാഗ്യഭാവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭാഗ്യഭാവം. അപ്പം ഈ ഭാഗ്യഭാവം ഭരിക്കുന്ന ഗ്രഹമാരാ ചന്ദ്രാൽ ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ തന്നെയാണ്. അപ്പം നമ്മൾ ആരെയാ പ്രീതിപ്പെടും?
പ്രാർത്ഥിക്കേണ്ടതാണ്. ചന്ദ്രൻ വരുമ്പോൾ ദേവിയാണോ? അതെ അതെ, ദേവി. അപ്പോൾ പൗർണമി ദിവസം പൗർണമി പൂജ കൊടുക്കേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ ത്രിപുര സുന്ദരി യന്ത്രം വെച്ച് നമ്മൾ എന്താണ് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും അർത്ഥസഹിതം മനസ്സിലാക്കി, അല്ലാതെ എന്തൊക്കെയോ പറയുന്ന പോലെ അല്ല, എന്താണ് ഇതിനകത്ത് പറയുന്നതെന്നുള്ളത് അർത്ഥസഹിതം മനസ്സിലാക്കി ഭക്തിയോടെ വിനയത്തോടെ അഹന്തയില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പറയുന്ന ചന്ദ്രൻ്റെ നീചസ്ഥിതി കൊണ്ടുണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ദുർബലത, ഭാഗ്യഭാവത്തിൻ്റെ ബലഹീനത, ഇതൊക്കെ മാറും. അപ്പോൾ അവിടെ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രം മതിയോ? പോരാ അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക് പ്രോബ്ലം അവിടെ ഹീലാക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഷുഗർ ഉള്ള ഒരാൾ, ആളിനൊരു ഇൻഫെക്ഷൻ വേണം, ഇൻഫെക്ഷൻ മാത്രം ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതിയോ? പോരാ, ഇൻസുലിൻ കൊടുക്കണ്ടേ? അതുപോലെ അവിടുത്തെ ബേസിക് റൂട്ട് കാസ് അവിടെ ഹീൽ ചെയ്യണം നമ്മൾ, എന്നാലേ അവർക്ക് അത് ഫലസിദ്ധിയുള്ളതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇത് അടിസ്ഥാനപരമായി ത്രൂ ഔട്ട് ലൈഫ് അവർ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അവരുടെ എപ്പോഴും ഒരു രാശിക്ക് ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ടാവില്ലേ, അവരുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, സ്ട്രെങ്ത് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വീക്ക് പോയിന്റിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക. അത് മീൻസ് അതിനെ കുറച്ചുകൂടെ നല്ലതായിട്ട് ഹീലാക്കി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആക്കി മാറ്റാനുള്ള വഴിപാട് മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ഇതിനകത്ത് ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ഇത് ഈ ഒരു സമയത്ത് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജ്യോതിഷൻ എന്തൊക്കെയായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഓരോരുത്തരും ഓരോ മെത്തേഡാണല്ലോ യൂസ് ചെയ്യുന്നത്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളല്ലേ. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിരുന്നാലും ഒരേ പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും വ്യത്യസ്തമായ മെത്തേഡുകളായിരിക്കുമല്ലോ അവർ യൂസ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പം എന്ന് പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ കുറച്ചൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് അതിനകത്ത് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അതെന്തോ ഇപ്പോൾ നേരത്തെ ഞാനിത് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്, ഇത് എന്താ സൈക്കോളജി ആയിട്ട് ബന്ധം. അതെന്താന്ന് വെച്ചാൽ ജ്യോതിഷത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പൊ അതിൻ്റെ കൂടെ സയൻസും കൂടെ വരികയാണെങ്കിൽ അതെന്താണെന്നറിയോ, അത് അങ്ങനെ വെച്ചാൽ നമ്മുടെ വേദിക് ആസ്ട്രോളജി ഉണ്ടല്ലോ, വേദിക് ആസ്ട്രോളജിയും വെസ്റ്റേൺ ആസ്ട്രോളജിയും അത് രണ്ടാണ് കേട്ടോ. ഒരു മെയിൻ ഒരു റൂട്ടിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്, പക്ഷെ രണ്ട് മെത്തേഡിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന വേദിക് ആസ്ട്രോളജി തന്നെയാണ്. അപ്പോൾ വേദിക് ഇതിൽ ഒന്ന് സെഡറിയൽ സോഡിയാക് സൈനും ഒന്ന് ട്രോപ്പിക്കൽ സോഡിയാക് സൈനുമാണ് വരുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഈ വേദിക് ആസ്ട്രോളജി എന്ന് പറയുമ്പോഴേക്കും അത് മൂൺ സൈനാണ്, അതായത് ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഫലപ്രവചനം, കോമൺ ജനറൽ പ്രഡിക്ഷൻസ് കൂടുതലും. എല്ലാവരും പറയില്ല എൻ്റെ നക്ഷത്രം ഇന്നാണ് അല്ലേ, അങ്ങനെയല്ലേ പറയണേ? അത് വെച്ചാൽ ചന്ദ്രൻ ഇന്ന രാശിയിലാണ് നിൽക്കുന്നത് എന്നവർ പറയുന്നത്. അപ്പോൾ ഒരാൾ പറയണേ എൻ്റെ നക്ഷത്രം ഇന്നാണ് എന്ന് പറഞ്ഞാൽ ജ്യോതിഷം മനസ്സിലാക്കുന്നത് എന്താണ്? ഇപ്പം ഒരു IT പ്രൊഫഷൻ സോഫ്റ്റ്വെയറിൽ അവർ കോഡ് ഉണ്ടായിരിക്കും, അതിനകത്ത് കൊടുത്തു വരുന്ന അതിൻ്റെ റിസൾട്ട് വേറെ, അതായിരിക്കും നമ്മൾ അറിയുന്നത്, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് അവർ പറയുന്നത്. ചിലപ്പം ഇന്ന നക്ഷത്രമാണ്, ഇപ്പം ജ്യോതിഷം മനസ്സിലാക്കും, ഇന്ന കൂറാണ്, ഇന്നടുത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഇപ്പം രോഹിണി നക്ഷത്രമാണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കണേ? ചന്ദ്രൻ ബലവാനാണ്, ചന്ദ്രൻ ഉച്ചനാണ്. ഇതാണ് എൻ്റെ മനസ്സിലായത്. ഏത് മാസത്തിലാണ് ജനിച്ചത് എന്ന് ചോദിക്കുന്നത്, വൃശ്ചിക മാസത്തിലാണ് ജനിച്ചത്, പൗർണമിയോടടുത്താണ് ജനിച്ചത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന വിഷയം, ഇല്ലേ? ഈ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഇൻഡ്യൂഷൻസ് വരാറുണ്ടോ? ഇൻഡ്യൂഷൻസ് എന്ന് പറയുന്നത് അത് എല്ലാ മേഖലയിലും ഇൻഡ്യൂഷൻസ് ഉണ്ട്, ഇല്ലേ? എല്ലാ മേഖലയിലും ഇൻഡ്യൂഷൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ ഏത് പ്രൊഫഷനിലായിരുന്നാലും, ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷനാണ്, പറയും ഇത് ഇത്രയും മെഡിസിൻ കഴിച്ചാൽ ഹീലാകും. അത് പുള്ളിയുടെ എക്സ്പീരിയൻസ് കൊണ്ടും ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിനകത്ത് എല്ലാ പ്രൊഫഷനിലും എടുത്ത് നോക്കിയാൽ, നിങ്ങളുടെ പ്രൊഫഷനിലും എടുത്ത് നോക്കിയാൽ, രാഹുലിൻ്റെ പ്രൊഫഷനിലും എടുത്ത് നോക്കിയാൽ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കും, ഇല്ലേ? ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ അതൊരു വെറും ഇൻഡ്യൂഷൻ ആകുമ്പോൾ തട്ടിപ്പാണ്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻഡ്യൂഷൻ ആകുമ്പോൾ എക്സ്പീരിയൻസ് പ്ലസ് ഇതിൻ്റെ ഒരു ബേസ്, അതായത് ഈ സയൻസ് പ്ലസ് എക്സ്പീരിയൻസ് പ്ലസ് ഇൻഡ്യൂഷൻ കറക്റ്റാണ്. വെറും ഇൻഡ്യൂഷൻ തട്ടിപ്പാണ്.